ഇറ്റലി സപ്പോനാരയിലെ സാൻ നിക്കോളാസിൻ്റെ പള്ളിയിലെ പരിശുദ്ധ മാതാവിൻ്റെ തിരുനാൾ പ്രദർശനമാണ് നാം ഇപ്പോൾ കാണാൻ പോകുന്നത്. വളരെ വ്യത്യസ്തമായ തരത്തിലുള്ള ഒരു പ്രദർശനം. അതാണ് എന്നെ ആശ്ചര്യപ്പെടുത്തിയത്. പരിശുദ്ധ മാതാവിൻ്റെ ഫോട്ടോ വഹിച്ചുകൊണ്ടുള്ള പ്രദർശനത്തിൽ അതിനു മുമ്പിൽ ഇറ്റലിയിലെ യുവജനങ്ങൾ കത്തിച്ച തീപ്പന്തങ്ങളുമായി മാതാവിൻ്റെ മുമ്പിൽ മാതാവിൻ്റെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് പ്രദർശനം. ഒരു വ്യത്യസ്തമായ ഒരു ആചാരമായിട്ടാണ് എനിക്ക് തോന്നിയത്. നവംബർ മാസത്തിലെ 6, 7, 8 തീയതികളിലാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് 6-ാം തീയതി സാൻ നിക്കോളാസിൻ്റെ ഒരു പ്രദർശനം ഇതുപോലെ ആഘോഷപൂർവ്വം കൊണ്ടാടാറുണ്ട്. 7, 8 തീയതികളിൽ മാതാവിൻ്റെ രൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദർശനം. ഈ പ്രോഗ്രാം നടക്കുന്നത് 12 മണിയാണ്, അർദ്ധരാത്രി 12 മണി. എന്നിട്ട് പോലും ധാരാളം ഭക്തജനങ്ങൾ ഈ പ്രദർശനത്തിനൊപ്പം അനുധാവനം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നല്ല തണുപ്പുള്ള രാത്രിയാണ്. അതിമനോഹരമായ ഒരു പ്രദർശനം. അതിനോടനുബന്ധിച്ചുള്ള ഒരു ബാൻഡ് ആദ്യം ഇതിനെ അനുവാദനം ചെയ്യുന്നു. ഈ പള്ളിക്ക് ചുറ്റുമുള്ള എല്ലാ വഴികളിലൂടെയും ഈ പ്രദർശനം നടന്നു നീങ്ങും. ഉച്ചതിരിഞ്ഞ് തുടങ്ങുന്ന പ്രദർശനമാണ്. രാത്രി 1 മണിയായിട്ടും പള്ളിയിലേക്ക് പ്രവേശിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലെ പ്രദർശനമൊക്കെ നമുക്കറിയാം, 10 മണിക്കുള്ളിൽ എല്ലാ പള്ളികളിലും കയറണം എന്നുള്ള ഒരു നിയമം നമുക്ക് കാണാൻ സാധിക്കും. അത് പ്രധാന കാരണം പ്രദർശനം ഒരു ആഘോഷത്തിനേക്കാൾ ഉപരി മദ്യം കഴിച്ചും അതുപോലെ തന്നെ അടിപിടിയും ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിലെ മിക്ക പെരുന്നാൾ പ്രദർശനങ്ങളും കാണാവുന്നതാണ്. പ്രത്യേകിച്ച് ഓരോ യൂണിറ്റുകളിൽ നിന്നുള്ള പ്രദർശനങ്ങൾ. ഇവിടെ വളരെ മാന്യമായിട്ടുള്ള ഒരു പ്രദർശനമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ആരും അമിതമായി മദ്യപിച്ചിട്ടോ അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രദർശനമല്ല നാം ഈ കാണുന്നത്. അതാണ് നമ്മുടെ നാടും യൂറോപ്പും തമ്മിലുള്ള ഒരു വ്യത്യാസം. സത്യം പറഞ്ഞാൽ അതിശൈത്യമാർന്ന ഒരു രാത്രിയിൽ മദ്യപിച്ച് പോകുന്ന ആൾക്കാരെ നമുക്കിവിടെ കാണാൻ സാധിക്കുകയില്ല. മറിച്ച് നമ്മുടെ നാട്ടിലാണെങ്കിലോ അതാണ്, പല പ്രദർശനങ്ങളും രാത്രി അധികം വൈകും മുമ്പ് പള്ളിയിൽ സമാപിക്കണം എന്ന് പറയുന്നത്. മനോഹരമായ ഒരു പ്രദർശനം, മാതാവിൻ്റെ രൂപം വെച്ചുകൊണ്ടുള്ള യുവജനങ്ങളുടെ നല്ല പങ്കാളിത്തം ഈ പ്രദർശനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും.
അപ്പോൾ നമുക്ക് ഈ പ്രദക്ഷിണം തുടർന്ന് കാണാം.